ലീഗിന് പ്രത്യേകമായുണ്ടെന്ന് ലീഗുകാർ അവകാശപ്പെടുന്ന വാല്യൂ സിസ്റ്റം, ആ വാല്യൂ സിസ്റ്റവും ഇയാളും തമ്മിൽ എവിടെയാണ് മാച്ചാവുന്നത്? കോൺഗ്രസിൻ്റെ വേദി കിട്ടിയില്ല, അടുത്ത ഉടനെ വേദി സെറ്റാക്കി കൊടുക്കുന്ന ആരാ? മുസ്ലിം ലീഗുകാരാണ്. ലീഗുകാർ പറയട്ടെ, ലീഗുകാരുടെ ധാർമ്മികത എന്താണ് ഈ വിഷയത്തിൽ? ഒരു സ്ത്രീയെ ഇങ്ങനെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുക, ഗർഭിണിയായ ശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക, അത് നാട്ടുകാർ മുഴുവൻ അറിയുക, അങ്ങനെ ഒരാളെ എടുത്തുകൊണ്ട് ആനയിച്ചു കൊണ്ടുവന്ന് മുസ്ലിം യൂത്ത് ലീഗ് വേദി ഉണ്ടാക്കി അവിടെ കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാർ അവകാശപ്പെടുന്ന അവരുടെ സോക്കോൾഡ് ധാർമ്മികതയുണ്ടല്ലോ, അവർ കൊണ്ടു നടക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, ലീഗിന് പ്രത്യേകമായുണ്ടെന്ന് ലീഗുകാർ അവകാശപ്പെടുന്ന വാല്യൂ സിസ്റ്റം, ആ വാല്യൂ സിസ്റ്റവും ഇയാളും തമ്മിൽ എവിടെയാണ് മാച്ചാവുന്നത്? അത് ആശാസമരത്തിൽ ഇദ്ദേഹത്തിന് വേദി കിട്ടില്ല, അടുത്ത് നേരെ ഇവിടെ മലബാറിൽ വന്ന് ഇവിടെ ലീഗിൻ്റെ പരിപാടിയില്ല വേദി. അപ്പോൾ ഇത് ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ എന്താണ് വില എന്ന കാര്യം ആലോചിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഷാഫി പറമ്പിലടക്കമുള്ള ആൾക്കാർ, അദ്ദേഹം വിശദീകരിക്കണം, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പക്ഷേ സംരക്ഷിക്കുന്ന മനുഷ്യന്മാർക്ക് വിശദീകരിക്കാനുള്ള ബാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോഴേ ഞാൻ വിശദീകരിക്കൂ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട്, ശരി സൗകര്യമുള്ളപ്പോൾ വിശദീകരിച്ചോളൂ, ആ സൗകര്യപ്പെടുന്ന സമയം വരെ മാറി നിൽക്കുക, അങ്ങോട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോട്ടെ, ഞങ്ങൾ ഈ ഇലക്ഷനെ ഒന്ന് മറികടന്നോട്ടെ, അല്ലാതെ തനിക്ക് സൗകര്യമുള്ളപ്പോഴേ വിശദീകരിക്കാൻ പറ്റൂ എന്ന ധാർഷ്ട്യത്തോടു കൂടി അയാളെയും ചുമന്നുകൊണ്ട് പോകണം, എന്നിട്ട് അതിൻ്റെ മുഴുവൻ ഭാരം അനുഭവിക്കണം എന്ന കെടുതി എന്തിനാണ്? ഞാൻ വീണ്ടും പറയാണ്, അത് നേരത്തെ മനസ്സിലായിട്ടുള്ള മനുഷ്യനാണ് വി ഡി സതീശൻ. കൊണ്ടു നടന്നാൽ എനിക്ക് ശരിയാവണ്ണം മനസ്സിലാക്കുന്നു, വി ഡി സതീശൻ്റെ ടേബിളിൽ ഇതിൽ കൂടുതൽ പരാതികളുണ്ടാവും. അതിൻ്റെ അപകടം നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഈ വള്ളി പിടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ വന്നിട്ടുള്ള എന്താണ്? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. CPM നിരന്തരമായി ചോദിക്കുന്നു, ഇതെവിടെയാണ് ഇതിൻ്റെ ഇതാണോ നിങ്ങളുടെ സ്ത്രീ സുരക്ഷ എന്ന്, എന്തിനാണ് ഇത് പിടിക്കാൻ പോകുന്നത്? സോ അതുകൊണ്ട് ഇതിനകത്ത് വീണ്ടും റീതിങ്ക് ചെയ്യാൻ, ഇദ്ദേഹം റീതിങ്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീതിങ്ക് ചെയ്യാനുള്ളത് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന പ്രാദേശിക നേതാക്കൾ, അകത്ത് തന്നെയുള്ള സംസ്ഥാന നേതാക്കൾ, ഘടകകക്ഷിയിലെ തന്നെ വലിയ ഉത്തമരായിട്ടുള്ള ലീഗുകാർ, ഇവർക്കൊക്കെ റീതിങ്ക് ചെയ്യാനുള്ള, നിങ്ങളുടെ സൗഹൃദമൊന്നും വേണ്ട, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സൗഹൃദം അവസാനിപ്പിക്കാനോ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുന്നു വേണ്ട. പക്ഷേ രാഷ്ട്രീയത്തിൽ ചില കളികൾ എടുക്കാനുണ്ട്. മാറ്റി നിർത്തേണ്ട ആൾക്കാരെ സൗകര്യപൂർവ്വം മാറ്റി നിർത്തുക, മാറി നിൽക്കേണ്ടവർ സ്വയം മാറി നിൽക്കുക, അല്ലെങ്കിൽ പോരാട്ടം നടത്തുക, വളരെ സ്ട്രോങ് പൊസിഷൻ എടുത്ത് പോരാട്ടം നടത്തുക. ഞാൻ എന്താ നിയമ പോരാട്ടം പ്രഖ്യാപിക്കുന്നു പറയുക. ഇതൊന്നും ചെയ്യാതെ ഒരാളൊരു കളി കളിക്കുമ്പോൾ, അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പറ്റൂ. കോൺഗ്രസ് ഏതാ പാർട്ടി? എത്ര കാലത്തെ പാരമ്പര്യമുള്ള, എത്ര കാലം കേരളം ഭരിച്ച, ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്, എത്രായിരം നേതാക്കളുള്ള, എത്രായിരം പ്രവർത്തകരുള്ള പാർട്ടിയാണ്. അതിലൊരു രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തി എന്ത് സംഭവിക്കാൻ പോകുന്നു? അത് മനസ്സിലാക്കാൻ അവർക്ക് വിവേകം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ.